നാളെ ഈ സമയം നീ ദുബായിലും അല്ലേടാ? രാത്രി 12 മണിക്കാണ് ഫ്ലൈറ്റ്. നീ എപ്പോ തിരിച്ചു വരാനാണ്? വരാതിരിക്കുന്ന നല്ലത്. ഇവിടെ നിന്നിട്ട് ഇത്രയും നാൾ നിന്നിട്ട് നീ എന്നെ ഉണ്ടാക്കി. ഈ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഈ പുച്ഛവും പരിഹാസവും അല്ലാതെ ഇവിടെ ഇത്രയും നാൾ നീ നിന്നെന്ന് പറഞ്ഞിട്ട് എന്നെ ഉണ്ടാക്കിനാ നീ പറയുന്നത്? എടാ, നീ വേറൊന്നും ആലോചിക്കണ്ട. ആദ്യം പുറത്തു പോയിട്ട് ഈ ഉണ്ടാക്കി വെച്ച കടം ഒന്ന് തീർക്കാനായിട്ട് നോക്കാം. നീ വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നീ എത്ര നാൾ കഴിഞ്ഞ് തിരിച്ചു വന്നാലും ഞങ്ങൾ രണ്ടുപേരും ഈ കലിങ്കി തന്നെ കാണും. മനസ്സിലായോ? നീ ഇരി അങ്ങോട്ട്. നീങ്ങ അവൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഈ അവസ്ഥയിൽ ഈ ജോലിയും ഈ പൈസയൊക്കെ അത്യാവശ്യമാണ്. എൻ്റെ അവസ്ഥ ഏതാണെന്നറിയാമല്ലോ. പക്ഷേ നാളെ മുതൽ രാവന്തിയോളം ഇതിലെ കറങ്ങി നടക്കാനും തെറി പറയാനും ഇവിടെ വന്നിരിക്കാനും ഒന്നും നിങ്ങളില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ. അത് ഓർക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. അതൊന്നും നീ ഇപ്പൊ ആലോചിക്കണ്ട. ഇതൊക്കെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങൾ. നീ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നല്ലൊരു ജോലി അവിടെ പോയി സമ്പാദിച്ച് രക്ഷപ്പെടും. മൂക്കളെ ഒലിപ്പിച്ച് നടന്നത് കാലം തൊട്ട് നമ്മൾ തുടങ്ങിയ സൗഹൃദമാണ്. അത് നീയെന്നല്ല, നമ്മൾ ആരെ എവിടെയൊക്കെ പോയാലും അതിവിടെ തന്നെ ഇങ്ങനെ കാണും. അത് ഈ കലിങ്കിലും നമ്മൾ ഈ തോട്ടിലും നമ്മൾ ഈ പറമ്പിലുമായിട്ട് എല്ലാവരും കാണും. ഓർമ്മയുണ്ടോ നിനക്ക്? നമ്മൾ ആദ്യമായിട്ട് ഒന്നിച്ച് നിന്നെടുത്ത ഫോട്ടോ. നമ്മൾ അന്നൊരു തീരുമാനം എടുത്തായിരുന്നു. നമ്മൾ ആരൊക്കെ എവിടെയൊക്കെ പോയാലും എത്ര വളർന്നാലും നമ്മൾ തമ്മിലുള്ള ആ ലൈൻ കട്ടാവത്തില്ല. എത്ര വളർന്നാലും ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും. ശരിയല്ലേ? ഓർക്കുന്നുണ്ടോ നിനക്കത്? ദൂരം കാണുന്നവരെ കണ്ണിലാണ്, മനസ്സിലാണ്. നീ ഇനി അവിടെ പോയി ഡെയിലി വിളിച്ചില്ലെങ്കിലും എപ്പോഴാണോ വിളിക്കുന്നത് അന്ന് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ സംസാരിച്ച് നിർത്തിയത് എവിടെയാണോ അവിടെ നിന്നായിരുന്നു. അതെടാ, നീ ഒരു കാര്യം ചെയ്യ്. ഞാൻ ഒരു ലിസ്റ്റ് തരാം. പോയിട്ട് വരുമ്പോഴേ അതും കൂടെ മേടിച്ചോണ്ട് ഇങ്ങോട്ട് പോരെ. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കൂടെ നിൽക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ എത്ര ദൂരെ പോയാലും തിരികെ വരാൻ ഒരിടമുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയാണ്. സൗഹൃദം എന്നാൽ എന്നും കൂടെയുള്ളതല്ല, എവിടെയിരുന്നാലും നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതാണ്.